ആലപ്പുഴയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആശ്വാസമായി ബി.ജെ.പി. തൃക്കുന്നപ്പുഴയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ അരിയും പല വ്യഞ്ജനങ്ങളും ബി.ജെ.പി. ജില്ലാധ്യക്ഷൻ സന്ദീപ് വാചസ്പതിയുടെ നേതൃത്വത്തിൽ എത്തിച്ചു. എം.പിയും എം.എൽ.എയും തീരദേശവാസികൾക്ക് മാനുഷിക പരിഗണനകൾ പോലും നൽകുന്നില്ലെന്ന് സന്ദീപ് വാചസ്പതി പ്രതികരിച്ചു. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലുള്ള ദുരിതാശ്വാസ ക്യാമ്പാണ്. 300ഓളം ആളുകൾ ഇവിടെയുണ്ട്. തീരദേശ മേഖലയാണ്. സ്ഥിരം കടൽക്ഷോഭമുള്ള പ്രദേശമാണ്. ഈ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ വർഷത്തിൽ 3 തവണയൊക്കെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കേണ്ട അവസ്ഥയുള്ള ജനങ്ങളാണ്. ഇവരുടെ ഈ കടൽഭിത്തി വേണം എന്നുള്ള ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മാറി മാറി ഭരിച്ച ഇടത് UDF സർക്കാർ ഈ ആവശ്യം പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ ദുരിതത്തിലേക്കാക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ BJP നേതാക്കൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. സോമൻ, BJP ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വാചസ്പതി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള BJP സംഘം ഇവിടേക്ക് എത്തി. അവർക്ക് ആവശ്യമായിട്ടുള്ള അരിയും പലവ്യഞ്ജനങ്ങളും എല്ലാം നൽകി ഈ ക്യാമ്പ് പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള കാര്യങ്ങൾ മേൽനോട്ടങ്ങൾ വഹിച്ചിട്ട് ഇപ്പോൾ അവരെ സന്ദർശിച്ച ശേഷം പുറത്തേക്ക് വരികയാണ്. സന്ദീപ് വാചസ്പതി നമ്മോടൊപ്പം ചേർന്ന് ഇവരുടെ പുലിമുട്ട് വേണം, കടൽഭിത്തി വേണം എന്നുള്ള ആവശ്യത്തിന് വലിയ പഴക്കമുണ്ട്, വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ് അവർ അത്രയും വൈകാരികമായി പ്രതികരിക്കുന്നത് കണ്ടത്. എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം ഒരു മനസാക്ഷിയുള്ളൊരു മനുഷ്യന് ഇവരുടെ ദുരിതം കണ്ടു നിൽക്കാൻ പറ്റില്ല. നമ്മൾ പറയുന്നത് കടൽക്ഷോഭം ഉണ്ടാകുക എന്നുള്ളത് ഒരു ആക്സിഡൻ്റ് അല്ല. സുനാമി പോലെ, ഉരുൾപൊട്ടൽ പോലെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റിൻ്റെ ഭാഗമായി വരുന്നില്ല. ഇതൊരു ആവർത്തന സ്വഭാവമുള്ള ദുരന്തമാണ്. എല്ലാ വർഷവും കടൽക്ഷോഭം ഉണ്ടാകുമെന്ന് അധികാരികൾക്ക് അറിയാത്തതല്ല. പക്ഷേ ആ സമയത്തൊക്കെ അനങ്ങാതിരിക്കുകയും മുമ്പ് പറഞ്ഞതുപോലെ കടൽത്തിര വന്ന് കാലയിൽ മുട്ടുമ്പോഴാണ് ഇവിടെ കളക്ടറും മന്ത്രിയും MLA ഒക്കെ ഉണരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ഒരു ടൂറിസം പ്രോജക്റ്റ് പോലെയാണ്. വരിക, സന്ദർശിക്കുക, ഫോട്ടോ എടുത്തു പോവുക എന്നതിനപ്പുറത്തേക്ക് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നത് ഭരണകൂടത്തിൻ്റെ പരാജയമാണ്, ജനങ്ങളുടെ പരാജയമല്ല. ശരിക്കും എന്താണ് MPക്കോ MLAക്കോ കളക്ടർക്കോ എന്താണ് ചുമതല? എന്തുകൊണ്ടാണ് മഴക്കാലമാകുമ്പോൾ മാത്രം ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കലല്ലോ സർക്കാരിൻ്റെ ചുമതല? ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കുമ്പോഴാണ് ഭരണകൂടം വിജയിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇവിടെ മാറി മാറി ഭരിച്ച 2 സർക്കാരുകളും പരാജയമാണ്. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിലെ MLA, അദ്ദേഹം 30-ആം വർഷം അദ്ദേഹത്തിൻ്റെ 6ാമത്തെ ടേം തുടങ്ങുകയാണ്. ഇപ്പോൾ മന്ത്രിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്താണ് ഈ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തത് എന്നുള്ള ചോദ്യത്തിന് അവർ തന്നെയാണ് ഉത്തരം പറയേണ്ടത്. അതുപോലെ ഒരു ജനപ്രതിനിധിയോട് എന്ന പോലെ തന്നെ പല പരാതികളും ആശയങ്ങളും അവരങ്ങേ അറിയിക്കുന്നത് കണ്ടു. എന്താണ് ഒരു BJP സംഘത്തിന് ഇപ്പോൾ ഇവരെ സന്ദർശിച്ച് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് എന്താണ്? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപ പുലിമുട്ട് നിർമ്മാണത്തിന് ആവശ്യമായിട്ട്, കടൽഭിത്തി നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ട്, മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനൊക്കെ 100 കണക്കിന് പദ്ധതികളും 1000 കോടി രൂപയുമുണ്ട്. അതൊക്കെ വാങ്ങിയെടുക്കുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. നമുക്ക് വ്യക്തികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന പദ്ധതികളല്ല ഇത്. ഇതൊക്കെ ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുടെയൊക്കെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്നുള്ളത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ തീരദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കാൻ ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കി സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുക എന്നൊരു ചുമതല സംസ്ഥാന ഭരണകൂടം ചെയ്യണം. അതിനാവശ്യമായ എല്ലാ പിന്തുണയും ഭാരതീയ ജനതാ പാർട്ടി വാഗ്ദാനം ചെയ്യണം. തീർച്ചയായും നിരവധി പദ്ധതികളുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ അടക്കമുള്ള പദ്ധതികളുണ്ട്. പക്ഷേ അതൊന്നും സംസ്ഥാന സർക്കാർ പ്രാവർത്തികമാക്കി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടി K. സോമൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആലപ്പുഴ ജില്ലയുടെ വിവിധ മേഖലകൾ ഇപ്പോൾ വെള്ളത്തിലാണ്, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ. ശാശ്വതമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള നടപടികൾ ഈ കാലങ്ങളിലൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു നാട്ടുകാരെല്ലാം ഉന്നയിക്കുന്ന ഒരു പരാതി. നമ്മൾ പലയിടത്തും പ്രതികരണങ്ങൾ തേടുന്നു. 2018 പ്രളയത്തിൻ്റെ ഭീതിയിലാണ് ആലപ്പുഴ ജില്ല. ഇപ്പോൾ ആകെ ഒരു പ്രതീക്ഷ നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഒരു പ്രതീക്ഷയായി നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നലെ റാന്നി പത്തനംതിട്ട ഭാഗത്ത് ഉയർന്ന വെള്ളം അതേതായാലും വന്ന് ചേരുക നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ കടലിലേക്കാണ്. ഏതായാലും കുട്ടനാട്ടിലൊരു പ്രളയം ഒരു ദിവസം 2 ദിവസമെങ്കിലും ഉണ്ടാവും എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. യാതൊരു മുന്നൊരുക്കവും ഈ പ്രളയത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആണ് ഇപ്പോൾ നമുക്ക് അനുഭവത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ ഇത് ഒരു പ്രയാസം ഈ തീരദേശത്തുണ്ടായാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഈ തൃക്കുന്നപ്പുഴ പാലാണ്. അത് കഴിഞ്ഞ 7 വർഷമായിട്ട് പണിയാണ്. ആഭ്യന്തരമന്ത്രിയായി അദ്ദേഹം ഇരുന്ന സമയത്ത് ആരംഭിച്ചിട്ടുള്ള ആ തൃക്കുന്നപ്പുഴയിലെ പാലം ഇവിടെ നിന്നുള്ള രക്ഷാമാർഗമാണ്. ഇവിടെ ഒരു ദുരന്തമുണ്ടായാൽ, ഒരു അപകടമുണ്ടായാൽ അരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകാൻ ഉള്ള പ്രധാനപ്പെട്ട മാർഗം അടഞ്ഞിട്ട് 7 വർഷമായി. ഇതാണ് ഇവിടുത്തെ വികസന വായ്ത്താരി. അതുകൊണ്ട് ഇതൊരു ദുരന്തം അനുഭവിക്കുന്ന ജനതയ്ക്കൊപ്പമാണ് BJP നിൽക്കുന്നത്. ഇതിന് രാഷ്ട്രീയമില്ല, ഇതിന് മാനുഷികമായിട്ടുള്ള പരിഗണന മാത്രമേ ഉള്ളൂ. തീരദേശ റോഡ് ഇപ്പോൾ 2ആയിരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ രക്ഷാമാർഗമായിട്ടുള്ള തീരദേശ റോഡ് മുറിഞ്ഞിരിക്കുകയാണ്.
അടിയന്തരമായി ആഭ്യന്തരമന്ത്രി MLA ഇവിടെ സന്ദർശിച്ചിട്ട് ആ റോഡ് യുദ്ധകാലാടിസ്ഥാനത്തിൽ സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാവേണ്ടത്. ഈ നാട്ടിലെ ആളുകൾക്ക് ഉന്നയിക്കാനുള്ളത് അതാണ്, BJPക്കും ഉന്നയിക്കാനുള്ള ആവശ്യം അതാണ്. ശക്തമായി BJP ഈ ദുരിതബാധിത മേഖലയിലെ ജനങ്ങൾക്കുണ്ട് ഒപ്പമുണ്ട് എന്നുള്ള ആ സന്ദേശം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി വേണ്ട ആവശ്യ സാധനങ്ങളൊക്കെ വിതരണം ചെയ്ത് അത്തരത്തിൽ പ്രവർത്തന സജ്ജമാണ് എന്ന് ഉറപ്പ് വരുത്തിയിരിക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി.